Dear children, welcome back to our maths class. I am Sunita. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബൈ 10, 100 and 1000 എന്ന ഒരു സെക്ഷനാണ്. അതായത് സീറോസ് വരുന്ന അല്ലെങ്കിൽ ഒരു വലിയ നമ്പേഴ്സ് സീറോസ് അടങ്ങുന്ന ഒരു വലിയ നമ്പർ വരുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്കൊരു ലോങ് ഡിവിഷൻ മെത്തേഡ് നമുക്ക് അനിവാര്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുത്ത് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. സോ ആ ഒരു അവസ്ഥ നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ 10, 100, 1000 ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ ഈസി ആയിട്ട്, അതായത് ഒരു ലോങ് ഡിവിഷൻ മെത്തേഡ് അവോയ്ഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ഈസി ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് മൾട്ടിപ്ലിക്കേഷൻ ബൈ 10, 100 and 1000. അപ്പം നമ്മൾ ആദ്യമേ ഒരു നമ്പറിനെ 10 ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമെന്നുള്ളത് ആദ്യം പഠിക്കാം. ഇവിടെ ഞാൻ ആദ്യം എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ, 245 × 10 ഇല്ലേ. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ തരുമ്പോൾ നമ്മൾ നോർമലി എന്താ ചെയ്യുന്നത്, 245 എന്ന് പറയുന്ന നമ്പറിനെ 10 ഉപയോഗിച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അതെങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്നത്, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടില്ലേ, 245 × 10 നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ട് 5 × 0, 0 ഉപയോഗിച്ച് നമ്മൾ ഏതൊരു നമ്പറിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് 0 തന്നെ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്, അത് കാണുന്ന മക്കൾക്ക് ഇത് ഈസി ആയിരിക്കും. അപ്പോൾ 0 ഉപയോഗിച്ച് നമ്മൾ ഏതൊരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 0 ആയിരിക്കും. അപ്പോൾ 5 × 0 0 ആയിരിക്കും, 4 × 0 0 ആയിരിക്കും, 2 × 0 0 ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1 കൊണ്ട് നമ്മൾ ഏതൊരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആ നമ്പർ തന്നെ ആയിരിക്കും. നമ്മൾ പ്രോപ്പർട്ടീസ് പഠിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി. 1 × 5 എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. 1 × 4 എന്ന് പറയുന്നത് 4 ആണ്. അഗൈൻ 1 × 2 മീൻസ് 2 ഇല്ലേ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മളതിനെ അഡീഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ 0 വരും, ദെൻ 5, 4, 2. ഇതാണ് ശരിക്കും ഇതിന്റെ ആൻസർ, 245 × 10. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞ ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇല്ലേ. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നതിനെ പറയുന്നതാണ് ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് കുറച്ച് ടൈം എടുക്കും, കൺഫ്യൂഷൻ വരും ഇല്ല, കൊച്ചുമക്കളൊക്കെ ആകുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പൊ ഇങ്ങനെ നമ്മളൊരു ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യാണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ലോങ് ഡിവിഷൻ മെത്തേഡ് നമ്മൾ മാറ്റി വെക്കാം. നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞേ, ഇവിടെ നമുക്ക് നോക്കൂ, ഇതിന്റെ വൺസ് പ്ലേസിൽ നമ്മൾ 10 കൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. സോ ഇതിന്റെ വൺസ് പ്ലേസിൽ വരുന്ന നമ്പർ എത്രയാണ്, 0 ആണ് ഇല്ലേ. ഈ വൺസ് പ്ലേസിൽ വരുന്ന നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമ്മൾ ആ 0 എന്ന് പറയുന്ന നമ്പറിനെ നമ്മളൊന്ന് മാറ്റി വെക്കുക. 0 എന്ന് പറയുന്ന നമ്പറിനെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൂടെ ഏതാണ് നമ്പർ ഉള്ളത്, 1 മാത്രമേ ഉള്ളൂ. 0 നമ്മൾ മാറ്റി വെച്ചു, 0 ഇല്ല നമ്മൾ വിചാരിക്കും ഇപ്പൊ അല്ലെ. അപ്പൊ നമ്മൾ 1 ആണ് നെക്സ്റ്റ് വരുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുണ്ട്, ഏതൊരു നമ്പറിനെയും നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആ നമ്പർ തന്നെ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ ഈ 1 എന്ന് പറയുന്ന നമ്പറിനെ 245 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര തന്നെ ആൻസർ ആയിട്ട് വരും, 245 തന്നെ ആൻസർ ആയിട്ട് വരും. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടില്ല, ശ്രദ്ധിക്കുക. ഇവിടെ 10 എന്ന് പറയുന്ന നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വൺസിന്റെ പ്ലേസിലുള്ള 0യെ നമ്മൾ മാറ്റി വെച്ചു. റിമൈനിങ് വരുന്നത് 1 ആണ്. 1നെ 245 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആ നമ്പർ തന്നെ ആയിരിക്കും നമുക്ക് അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ അതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാറ്റി വെച്ച 0 ഉണ്ടല്ലോ, ആ 0നെ എന്ത് ചെയ്യണം, ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു. അപ്പൊ എന്തായി, മൾട്ടിപ്ലിക്കേഷൻ ഈസി ആയിട്ട് കഴിഞ്ഞു. നോക്കിയേ, ഈ സെയിം ആൻസർ തന്നെയല്ലേ നമുക്ക് ഇവിടെയും ലഭിച്ചത്. നോക്കൂ, രണ്ടും ഒരു ആൻസർ തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് ഒരു ലോങ് ഡിവിഷൻ മെത്തേഡ് ആണ്, നമുക്ക് ടൈം കൂടുതൽ എടുക്കുന്നത്. അപ്പൊ നമ്മൾ സീറോസ് വരുമ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. അപ്പൊ എന്താണ് നമ്മൾ എളുപ്പമാർഗത്തിലൂടെ ചെയ്ത്, വൺസിന്റെ പ്ലേസിലുള്ള 0യെ മാറ്റി വെച്ചു, 1 ആണ് വരുന്നത്.
വണ്ണിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആ നമ്പർ തന്നെ ആൻസർ ആയിട്ട് വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി വെച്ച സീറോനെ നമ്മൾ കിട്ടിയ പ്രൊഡക്റ്റിന്റെ റൈറ്റ് സൈഡിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഇതാണ് നമ്മൾ എളുപ്പമാർഗത്തിൽ ചെയ്യുന്ന രീതി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഇത് നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്, 85നെ ഇതേപോലെ നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ 85നെ 10 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഇവിടെ നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മുമ്പേ പഠിച്ചതുപോലെ തന്നെ ഈ സീറോയെ നമ്മൾ തൽക്കാലം അവിടെ മാറ്റി വെച്ചു, റിമൂവ് ചെയ്തു. പിന്നെ എന്താണുള്ളത്, 1 ആണുള്ളത്. 1 എന്ന് പറയുന്ന നമ്പറിനെ 85 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്, 85 തന്നെ ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം, നമ്മൾ മാറ്റി വെച്ചിരുന്ന സീറോയെ ഈ കിട്ടിയ പ്രൊഡക്റ്റിന്റെ റൈറ്റ് സൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് 85 × 10 എന്ന് പറഞ്ഞാൽ എത്ര തന്നെ ആയിരിക്കും ആൻസർ, 850 തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് അടുത്തത് എങ്ങനെ ചെയ്യാം നോക്കൂ. ഈ സീറോയെ മാറ്റി വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, 1 × 340. 1നെ അല്ലെങ്കിൽ 340യെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, 1 കൊണ്ട്. അപ്പൊ എത്ര തന്നെ കിട്ടും, 340 തന്നെ നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇത് എങ്ങനെ കിട്ടുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോപ്പർട്ടീസിനകത്ത്. ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആ നമ്പർ തന്നെ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. സോ 1 × 340 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്, 340 ആണ്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ റീപ്ലേസ് ചെയ്ത സീറോനെ ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി, 3400 എന്ന് ആൻസർ കിട്ടി. അപ്പൊ ഈസി ആയില്ലേ? നമ്മളൊരു ലോങ് ഡിവിഷൻ മെത്തേഡ് ഇതുപോലെ നമുക്ക് എഴുതി അവിടെ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി അതേപോലെ തന്നെ ഇവിടെ എങ്ങനെ ചെയ്യാം, 12 × 10 നമ്മൾ എന്ത് ചെയ്യണം, സീറോയെ നമ്മൾ മാറ്റി വെക്കുക, റിമൂവ് ചെയ്യുക. ഇപ്പൊ വരുന്ന എന്താണ്, 1 ആണ് അല്ലെ? 1നെ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, 12 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 1നെ 12 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എത്രയാ കിട്ടുക, 12 തന്നെ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാറ്റി വെച്ച അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് വെച്ചിരുന്ന സീറോയെ ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് അപ്ലൈ ചെയ്ത് വെക്കുക. അപ്പം 12 × 10 എന്ന് പറഞ്ഞാൽ എത്ര തന്നെ ആയിരിക്കും, അതിന്റെ പ്രൊഡക്റ്റ് 120 തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ലോങ് ഡിവിഷൻ മെത്തേഡ് ഇല്ലാണ്ട് സീറോസ് വരുന്ന നമ്പറിനെ ഈസി ആയിട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ 10 ആണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇനി 100 കൊണ്ട് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 100 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ആദ്യം നമ്മൾ 10 ഉപയോഗിച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് നോക്കിയത്. നോക്കൂ, നമ്മളൊരു 10 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ചെയ്ത് നോക്കിയാണ് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ഒരു ലോങ് ഡിവിഷൻ മെത്തേഡ് കുറെ അധികം നമ്മൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും അതൊരു 2 ഡിജിറ്റ് നമ്പർ ആയിട്ട് കൂടി. ഇവിടെ ആണെങ്കിൽ ഉണ്ടോ ഒരു 3 ഡിജിറ്റ് നമ്പർ ആയില്ല, 100 എന്ന് പറയുമ്പോൾ ഉണ്ടോ 1s 10s 100 ഒരു 3 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഒരു വലിയ അല്ലെ, ഒരു കുറച്ചുകൂടെ ഒരു ലോങ് ഡിവിഷൻ മെത്തേഡ് അവിടെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ പറയാൻ പറ്റും അല്ലേ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 36 × 100. അപ്പൊ ഇവിടെ നമ്മൾ 10ന്റെ കേസിൽ എങ്ങനെയാണെന്ന് ചെയ്തത്, അതിന്റെ 10ന്റെ വൺസ് പ്ലേസിലുള്ള സീറോ മാറ്റി വെച്ചിട്ട് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിരുന്ന സീറോയെ കിട്ടിയ പ്രൊഡക്റ്റിന്റെ റൈറ്റ് സൈഡിൽ അപ്ലൈ ചെയ്തു ഇല്ലേ. സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സീറോയ്ക്ക് പകരം നമ്മൾ ഇവിടെ മാറ്റി വെക്കുന്നത് എത്രയാണ് മക്കളെ, 2 സീറോ ഇവിടെ നമ്മൾ എടുത്ത് മാറ്റി അല്ലേ. 2 സീറോസിനെ നമ്മൾ റിമൂവ് ചെയ്തു, മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെയിം മെത്തേഡ് പഴയ നമ്മൾ ചെയ്തത് 1 × എന്ത് ചെയ്യണം, 36 കൊണ്ട് 1നെ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1നെ 36 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര തന്നെ കിട്ടുക, 36 തന്നെ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ, നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിരുന്ന എത്ര സീറോസ് ആണ്, 2 സീറോസ് ആണ്. ആ 2 സീറോസിനെ കിട്ടിയ പ്രൊഡക്റ്റിന്റെ റൈറ്റ് സൈഡിലേക്ക് പ്ലേസ് ചെയ്യുക. നമുക്ക് പ്ലേസ് ചെയ്ത് നോക്കാം. നോക്കൂ, കണ്ടോ? അപ്പൊ നമുക്ക് 36 × 100 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് മക്കളെ, 3600. കണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലോങ് ഡിവിഷൻ നമ്മുടെ ഒരു ബുക്കിന്റെ ഒരു പേജ് തന്നെ നമുക്കിത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എളുപ്പം സീറോസ് ഒക്കെ വരുന്ന നമ്പർ ഇത് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം നമുക്ക് നമ്മുടെ പ്രോബ്ലം ചെയ്തെടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 128 × 100 ഇല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ 2 സീറോസിനെ നമ്മൾ അങ്ങോട്ട് റീപ്ലേസ് ചെയ്ത് അല്ലെ റിമൂവ് ചെയ്ത് വെച്ചല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ 1നെ 128 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 128 × 1 =
128. പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇത് ഈസി ആകും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിരുന്ന രണ്ട് സീറോസിനെ ഈ പ്രൊഡക്റ്റിന്റെ റൈറ്റ് സൈഡിലേക്ക് പ്ലേസ് ചെയ്തു. കണ്ടോ? ഇപ്പൊ നമുക്ക് നോക്കിയേ, 128 into 100 നമുക്ക് എത്ര കിട്ടി? 12,800 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി ഇല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ ഇതും ഒരു ലോങ് ഡിവിഷൻ മെത്തേഡായിട്ട് ചെയ്യേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ ഇവിടെ നോക്കൂ, 17 into 100. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 100 അല്ല, രണ്ട് സീറോസിനെ മാറ്റി വെച്ചു. പിന്നെ ബാക്കി വരുന്ന 1 കൊണ്ട് 17നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 17 into 1 എന്ന് പറഞ്ഞാൽ ആൻസർ 17 തന്നെയാണ് വരിക. നമ്മൾ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്ത സീറോസിനെ ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് പ്ലേസ് ചെയ്തു. കണ്ടോ? അപ്പൊ നമുക്ക് 17 into 100 എന്ന് പറയുമ്പോൾ എത്ര ആൻസർ കിട്ടി? 1700 ആണ് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. എളുപ്പമല്ലേ? നെക്സ്റ്റ് നോക്കൂ, 310 into 100. എന്ത് ചെയ്യുക? രണ്ട് സീറോസിനെ എടുത്ത് മാറ്റി വെക്കുക. 1 കൊണ്ട് 310നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 1 കൊണ്ട് 310നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എത്രയാ കിട്ടുക? 310 തന്നെ കിട്ടും ഇല്ലേ? ഇനി എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് സീറോസിനെ ആഡ് ചെയ്യുക. ഈ സീറോസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ മറന്നു പോകരുത്. ഇവിടെ രണ്ട് സീറോസ് ആണ് നമ്മൾ മാറ്റി വെക്കുന്നതെങ്കിൽ നമ്മൾ വീണ്ടും അതിനെ ചേർത്ത് വെക്കുമ്പോഴും രണ്ട് സീറോസ് തന്നെ ചേർത്ത് വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആൻസർ തെറ്റായിരിക്കും കിട്ടുക. നമുക്ക് കണ്ടോ, 310 into 100 നമുക്ക് എത്ര കിട്ടി? 31,000 ആൻസർ കിട്ടി. അതുപോലെ തന്നെ നമുക്കിത് ചെയ്യാം. 25 into 100. എന്ത് ചെയ്യണം മക്കളെ? രണ്ട് സീറോസിനെ എടുത്ത് മാറ്റിക്കേ. 1 കൊണ്ട് 25നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താട്ടെ. 25 into 1 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ വരിക? 25 തന്നെ വരും. എത്ര സീറോസ് ആണ് നമ്മൾ മാറ്റി വെച്ചത്? രണ്ട് സീറോസ് ആണ്. ആ രണ്ട് സീറോസിനെ നമ്മൾ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്ത് വെച്ചു. ഓക്കെ അല്ലേ? നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 2500. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സീറോസ് വരുന്ന നമ്പേഴ്സ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം 10 കൊണ്ട്, ഇപ്പൊ 100 കൊണ്ടാണ്. നമുക്കിനി 1000 കൊണ്ടുകൂടെ ചെയ്യുന്ന ഒന്ന് രണ്ട് പ്രോബ്ലം നോക്കാം. ഇനി നമുക്ക് 1000 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 10ന്റെയും 100ന്റെയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1000ഉം എളുപ്പമാണ്. സെയിം മെത്തേഡാണ്. ഒരു പ്ലേസ് വാല്യൂ കൂടുതൽ വരുന്നതേ ഉള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, 16 into 1000. ഇവിടെ നമുക്ക് എത്ര സീറോസിനെയാണ് നമ്മൾ 10ന്റെ കേസ് നമ്മൾ എത്ര സീറോ മക്കളെ? 1 0. 100 വരുമ്പോഴോ നമ്മൾ 2 0 അല്ലേ നമ്മൾ മാറ്റി വെച്ചത്. 1000 വരുമ്പോൾ നമ്മൾ 3 സീറോസിനെ നമ്മളെടുത്ത് മാറ്റി വെക്കുക. സീറോസ് എല്ലാം കൊണ്ട് മാറ്റി വെക്കുക. അത്രേ ഉള്ളൂ. നോക്കൂ, ഇവിടെ നോക്കൂ, 16 into 1000 അല്ലെ, അല്ലെങ്കിൽ 1000. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 സീറോസിനെ നമ്മളെടുത്ത് മാറ്റി വെച്ചു അല്ല, റിമൂവ് ചെയ്തു അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഈ 1നെ എന്ത് ചെയ്യണം? 16 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലെ? 16 into 1 എത്രയാ കിട്ടുക? 16 into 1 എത്രയാ കിട്ടുക? 16. നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ റീപ്ലേസ് ചെയ്ത് വെച്ചാൽ റിമൂവ് ചെയ്ത് വെച്ചിരുന്ന എത്ര സീറോസ് ആണെന്ന് നോക്കണം. ഇവിടെ 3 0 ആണെങ്കിൽ ഇവിടെ എഴുതി വരുമ്പോൾ 2 സീറോസോ അല്ലെങ്കിൽ 1 0 ഒന്നും ആയി പോകരുത്. ഇവിടെ എത്ര സീറോ നമ്മൾ മാറ്റി വെച്ചോ അതിനെ അങ്ങനെ എടുത്ത് ഇതിന്റെ റൈറ്റ് സൈഡിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ 3 സീറോസ് ആണ് റിമൂവ് ചെയ്ത് വെച്ചിരുന്നത്. നമ്മൾ അതേ 3 സീറോസിനെ നമ്മൾ ഇവിടേക്ക് ആഡ് ചെയ്തു അല്ലേ? അപ്പൊ ഇപ്പൊ നോക്കാം, നമുക്ക് നോക്കാം. 16 into 1000 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ വന്നത്? 16,000. എത്ര ഈസി ആയി. അല്ലെങ്കിൽ നമ്മൾ ഇതൊരു ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യുവാണെങ്കിൽ എത്ര സമയം എടുക്കും നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടാൻ അല്ലേ? ഇപ്പൊ ഈസി ആയില്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 166 into 1000. ഇവിടെ എന്ത് ചെയ്യുക? 3 സീറോസിനെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി എന്ത് ചെയ്യണം? ഈ 1നെ ഈ 166 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര ആൻസർ വരും? 166 തന്നെ കിട്ടും. അത് എന്തുകൊണ്ടാണെന്നൊക്കെ അറിയണമെങ്കിൽ പ്രോപ്പർട്ടീസ് പഠിക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 3 സീറോസിനെ നമ്മൾ വീണ്ടും ഇവിടേക്ക് പ്ലേസ് ചെയ്യുക. കണ്ടോ? ഇപ്പൊ എത്ര? 5 ഒക്കെ അല്ലെ? ഇത്രയും നമുക്ക് കിട്ടി. എത്ര നമുക്ക് കിട്ടിയത്? 16,06,000 എന്നാണ് ഇതിന്റെ ആൻസർ കിട്ടിയത് അല്ലേ? അപ്പൊ ഇത്രയും നമ്മളൊരു വലിയ ആൻസർ കിട്ടണമെങ്കിൽ ലോങ് ഡിവിഷൻ മെത്തേഡ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് ചെലവഴിക്കേണ്ടതായിട്ട് വരും. ഇനി നോക്കിയേ, 21 into 1000 അല്ലേ? 21 into 1000 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 3 സീറോസിനെ മാറ്റി വെക്കുക. 1 കൊണ്ട് 21നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 21 into 1 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര? 21 തന്നെയാണ്. എത്ര സീറോസ് ഇവിടെ പ്ലേസ് ചെയ്യണം? 1, 2 and 3. ആൻസർ എത്ര കിട്ടി? 21,000. ഈസി അല്ലേ? അടുത്തത് 9 into 1000. സീറോസിനെ മാറ്റി വെച്ചു. 1 into 9. 9 into 1 or 1 into 9 എല്ലാം ഒന്ന് തന്നെയാണ്. എത്രയാണ് ആൻസർ? 9 ആണ്. എന്ത് ചെയ്യണം? 3 സീറോസിനെ ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് പ്ലേസ് ചെയ്യുക. ആൻസർ എത്ര കിട്ടി? 9 into 1000 equal to 9,000.
അതുപോലെ തന്നെ 4 into 1000. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 3 സീറോസിനെ മാറ്റി വെക്കുക. 1നെ നേരെ 4 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 1 into 4 എന്ന് പറഞ്ഞാൽ 4 ആണ്. എത്ര സീറോസ് നമുക്ക് ഇവിടെ മാറ്റി വെക്കണം? 2 സീറോസ് ആണോ? അല്ല, 3 സീറോസ് തന്നെ ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടി? 4000. അപ്പം ഇങ്ങനെ നമ്മളൊന്ന് പഠിച്ചു വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ ലോങ് ഡിവിഷൻ മെത്തേഡ് എന്നുള്ള ഒരു പ്രക്രിയ നമുക്ക് ഒഴിവാക്കാം. എങ്ങനെയാണെങ്കിൽ സീറോസിന്റെ കേസിലാണെങ്കിലാണ് നമുക്കിത് പോസിബിൾ ആയിട്ട് വരുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണും വരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.